സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്രയും ദിവസം ദേവികയെ പല വിധത്തിൽ ദ്രോഹിച്ച നന്ദൻ, അതായത് ഇസബല്ലയുമൊത്ത് ഒരു ഹോട്ടലിൽ താമസിച്ചു, ഫയൽ മോഷ്ടിച്ചു, കെ നായരുടെ പ്ലാന്റ്, അങ്ങനെ പല ദ്രോഹങ്ങൾ ചെയ്ത് ദേവികയെ വിഷമിപ്പിച്ചപ്പോഴും ഒരു കുറ്റബോധവും തോന്നാത്ത നന്ദന് ഇപ്പം അല്പം കുറ്റബോധം തോന്നി തുടങ്ങുന്നു. നന്ദൻ്റെ കണ്ണിൽ നിന്നും കുടുകുട കണ്ണീര് വന്നു തുടങ്ങിയിരിക്കുന്നു. അതൊരു തുടക്കം മാത്രമാണ്. ഇത്രയും ദിവസം ദേവികയെ വിഷമിപ്പിക്കുമ്പോൾ ദേവിക ഇങ്ങനൊരു തീരുമാനം എടുക്കുമോ എന്നൊരു പേടി പോലും തോന്നിയിട്ടില്ലാത്ത നന്ദന് ഉറപ്പുണ്ടായിരുന്നു ഒരു കാരണവശാലും ദേവിക തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകില്ലെന്ന്. ഒരു കണക്കിന് ഇസബല്ലയാണ് കാരണക്കാരി. 2 റൂം എടുത്തിട്ട് പോലും നന്ദൻ്റെ റൂമിൽ വന്ന് അനുവാദം കൂടാതെ കിടന്നതും, അതുപോലെ നന്ദൻ്റെ റൂമിൽ തന്നെ വന്ന് തൻ്റെ വാഷ്റൂമിലെ ഹീറ്റർ വർക്ക് ആവുന്നില്ല എന്നും പറഞ്ഞ് ഫ്രഷ് ആകാൻ വന്നതും ഒക്കെ ഒരു കള്ളവും നാടകവുമാണ്. നന്ദൻ്റെ മനസ്സിലേക്ക് ഇടം നേടാൻ വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു പ്രവൃത്തിയിൽ ശരിക്കും പറഞ്ഞാൽ ജീവിതം നഷ്ടമായത് നന്ദന് തന്നെയാണ്. അറിഞ്ഞുകൊണ്ടല്ല, അബദ്ധത്തിലാണ് ഋഷിയെ നന്ദൻ കൊലപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ അബദ്ധത്തിൽ പറ്റിയ ആ ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന കൂട്ടുകാരെന്ന രൂപത്തിൽ വന്നിട്ട് ഉറ്റ സുഹൃത്തുക്കൾ തന്നെ വിശ്വാസവഞ്ചനയും ചതിയും ചെയ്യുവാണ്. നന്ദനെയും ഭാര്യയും തമ്മിൽ ബന്ധം ഒഴിപ്പിച്ച് പണ്ട് താൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബെല്ല ചെയ്യുന്ന ഓരോ കൊള്ളരായികയും പതിയെ പതിയെ നന്ദൻ്റെ മനസ്സിലേക്ക് ബോധ്യമായിട്ട് വരുന്നുണ്ട്. ബെല്ല കാരണമാണ് തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുർവിധി വന്നതെന്നും ബെല്ലയുടെ പ്രവൃത്തി ദേവികയെന്നല്ല ഏതൊരു പെൺകുട്ടിയും തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു തോന്നലുണ്ടാക്കിക്കും. അതിൽ ബെല്ലയ്ക്ക് നല്ല പങ്കുണ്ടെന്ന് പതിയെ നന്ദന് മനസ്സിലാകുന്നു. അപ്പം പ്രഭാവതി പോലും നന്ദനെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഒരു കണക്കിന് നീ എന്തിനാണ് ആ ഫയൽ മോഷ്ടിച്ച് ബെല്ലയൊത്ത് ഹോട്ടലിൽ പോയി താമസിക്കാൻ പോയത്? ഇപ്പം നീ ഫയൽ കൊടുത്ത് പ്രശ്നം കോംപ്രമൈസ് ആക്കി. ഇത് അല്പം മുന്നേ ആയിക്കൂടായിരുന്നു? ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു ആ ഫയൽ നീ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്, ഇതോടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്ന്. നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ദേവിക എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. നല്ലൊരു പെൺകുട്ടിയാണ്. നിനക്കിതിലും നല്ലൊരു പെൺകുട്ടിയെ ജീവിതത്തിൽ കിട്ടത്തില്ല. അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയില്ലേ അമ്മ? ബെല്ല ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയും? അവളും അവളുടെ പാപ്പനും കെവിനും കൂടെ ഒക്കെ ചേർന്നല്ലേ ഞാൻ ചെയ്ത തെറ്റ് മറച്ച് എന്നെ ഇത്രയും രക്ഷപ്പെടുത്തിയെടുത്തത്. അങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തിട്ട് എന്താ നന്ദാ പ്രയോജനം? കുടുംബജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് നേടിയെടുത്തിട്ടും എന്താ കാര്യം? ഋഷിയുമായി ബന്ധപ്പെട്ട കാര്യം സിദ്ധുവിനോടോ ദേവികയോടോ പറയാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് കെ നായരുടെ പ്ലാന്റിന് ശേഷം വീണ്ടും നീ ദേവികയെ ചതിക്കാൻ പോകണ്ടായിരുന്നു. എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എനിക്ക് ആലോചിച്ചിട്ടൊരു സമാധാനമില്ല മോനെ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് പ്രഭാവതിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. എന്നാൽ ചന്ദ്രോത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം രജനിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പ്രഭാവതി. അപ്പം ദേവിക വീട് വിട്ടു പോയെന്ന് കേൾക്കുമ്പോഴത്തേക്കും രജനി ആദ്യം ആകെ ഷോക്കാകുന്നു. അവൾക്ക് ഇത്രയും അഹങ്കാരോ MLA ആയതിൻ്റെ പവറും അധികാരവും കാണിക്കുവാണെന്ന് കുറ്റപ്പെടുത്തുവാണ് ആ സമയം പോലും രജനിയാണെങ്കിൽ ദേവികയെ. അപ്പം പ്രഭാവതി പറയുന്നു, ദേവികയെ അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല മോളെ. നടന്ന കാര്യങ്ങളെല്ലാം ഗിരി പറഞ്ഞ് മോളും അറിഞ്ഞു കാണുമല്ലോ. അവളുടെ സ്ഥാനത്ത് മോളാണെങ്കിൽ പോലും അങ്ങനെയല്ലേ പെരുമാറൂ. മോക്ക് വന്ന ദുർവിധി നന്ദൻ്റെ ജീവിതത്തിൽ വരരുത് എന്ന് ഈ അമ്മ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഒരിക്കലും നന്ദനും ദേവികയും തമ്മിൽ പിരിയാൻ പാടില്ല. അത് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഗിരി പറഞ്ഞാൽ ദേവിക കേൾക്കും. ഗിരിയെ കൊണ്ട് ദേവികയോടൊന്ന് സംസാരിപ്പിക്കാം എന്ന് പറയുമ്പോൾ എങ്കിൽ മോൾ എത്രയും പെട്ടെന്ന് ഗിരിയോട് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ട് ചെയ്തതിനു ശേഷം രജനിയാണെങ്കിൽ ഗിരിയോട് പോയി സംസാരിക്കുന്നു. ഗിരി അറിഞ്ഞോ ചന്ദ്രോത്ത് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ? എന്താ ദേവിക വീട് വിട്ടു പോയെന്ന്, പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് എന്നേക്കുമായി നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ബന്ധം ഒഴിയാൻ വേണ്ടിയിട്ട്. ദേവികയുടെ സ്ഥാനത്ത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും എടുക്കുന്ന തീരുമാനം തന്നെയാണ് ദേവിക എടുത്തത്. അതിന് അവളെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കുറ്റം പറയുന്നതല്ല ഗിരി, എങ്കിലും അവൾക്ക് അവനെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ മറ്റൊരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ നന്ദൻ്റെ സ്വഭാവം ഇങ്ങനെ മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടോ? നന്ദുവല്ലേ ഫയൽ നഷ്ടമായതിൻ്റെ പേര് ദേവികയും അച്ഛനും ഒക്കെ കടന്ന് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് റിലീഫാകാൻ വേണ്ടിയിട്ടും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഹോട്ടലിൽ റൂം എടുത്തത്. അതിന് മറ്റൊരർത്ഥത്തിൽ കാണുന്ന എന്തിനാ എന്ന് പറയുമ്പം രജനി, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? ഞാനും ആ സമയം ദേവികയോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാ. പിന്നെ എല്ലാ കാര്യമൊന്നും നിന്നോട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ച്. നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല നന്ദൻ. അവൻ ഒരുപാട് മാറിക്കഴിഞ്ഞു. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. പിന്നെ ദേവിക എടുത്ത ഈ തീരുമാനത്തിന് അവളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ പോകില്ല. കാരണം ഒരു MLA എന്ന നിലയ്ക്കും ഭാര്യ എന്ന നിലയ്ക്കും ദേവികയുടെ സ്ഥാനത്ത് തന്നെയാണ് ന്യായം. അത് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി. ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് പറഞ്ഞ് ഗിരി അങ്ങ് പോകുന്നു. നോക്കമ്മേ, ഗിരി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ
നന്ദൻ മാത്രം തെറ്റുകാരൻ, ദേവിക എല്ലാം കൊണ്ടും പെർഫെക്റ്റ്. അതല്ല മോളെ, ദേവികയുടെ സ്ഥാനത്ത് മോളാണെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ തീരുമാനിക്കൂ? ഗിരി മറ്റൊരു പെൺകുട്ടിയൊത്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നത് നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ മോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഉത്തരവില്ലാതെ നിൽക്കുവാണ് രജനി. രജനിക്കറിയാം നന്ദൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ എന്നാലും ദേവികയോടുള്ള ഈഗോയുടെ പുറത്ത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മടി. എന്നാൽ അതേസമയം ഇസബല്ലയും കെവിനും ഋഷിയും എല്ലാവരും കൂടി ചേർന്ന് ദേവികയും നന്ദനും ഒഴിഞ്ഞു പോയതിൻ്റെ ആ ഒരു പാർട്ടി ഗംഭീരമായിട്ട് ആഘോഷിക്കുവാണ്. അപ്പം പതിയെ നന്ദന് മനസ്സിലായി തുടങ്ങി ഇസബല്ലയും കെവിനും ഒത്തുള്ള ഈ കൂട്ടുകെട്ട് തൻ്റെ ജീവിതത്തെ ഇനിയും അധികം ബാധിക്കും. ഇതിനേക്കാളും ഭേദം ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നതാണ് എന്നുള്ളൊരു തോന്നൽ നന്ദൻ്റെ മനസ്സിലേക്കും വന്നു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഇസബല്ല കാരണമാണ് തൻ്റെ ജീവിതം നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്നത്. ഇസബല്ല എൻ്റെ ഒപ്പം ആ റൂമിൽ താമസിക്കുന്നത് കണ്ടിട്ടാണ് ദേവികയും ഗിരീഷേട്ടനും എന്നെ തെറ്റിദ്ധരിച്ചതെന്ന് നന്ദൻ വന്ന് ബെല്ലയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കും താങ്ങാനാവാതെ കേട്ടു നിൽക്കുവാണ് ബെല്ല. നീ എന്താടാ നന്ദ ഈ പറയുന്നത്? നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ഭാവി പോലും നോക്കാതെ നിന്നൊപ്പം വന്ന ബെല്ലയാണോ തെറ്റുകാരി? നിനക്ക് മാത്രമല്ല ഭാവിയും നാണക്കേടും അപമാനവും ഒക്കെ. നിന്നുമായിട്ട് ഓരോ അപവാദ ന്യൂസുകൾ വരുമ്പം അതൊക്കെ ബെല്ലയും ബാധിക്കുന്നു. നീ അത് മറക്കണ്ട എന്ന് പറഞ്ഞ് കെവിനാണെങ്കിൽ നന്ദനെ വായടപ്പിക്കുന്നു. അത് കേൾക്കുമ്പോൾ നന്ദന് അയ്യോ ബെല്ലയുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ട് അവസാനിക്കുന്നുണ്ട്. എന്തായാലും നന്ദന് ദേവികയുടെ ഭാഗത്താണോ ന്യായം അതോ ബെല്ലയുടെ ഭാഗത്താണോ ന്യായം എന്നൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ്. ഋഷി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നന്ദന് തെറ്റെവിടെയാണ് ശരി എവിടെയാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകൂ. കാത്തിരിക്കാം.